അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പരിശുദ്ധ ഖുർആൻ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു മഹാനായ വ്യക്തിത്വമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നോ അതല്ല ഒരു മുത്തഖിയായ അള്ളാഹുവിലേക്ക് അടുത്ത ഒരു വ്യക്തിയായിരുന്നോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജുംഹൂറുൽ ഉലമാക്കളും അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം ഒരു മുത്തഖിയായിട്ടുള്ള അള്ളാഹുവിലേക്ക് ഖുർബത്ത് നേടിയെടുത്ത അവൻ്റെ അടിയാറുകളിൽപ്പെട്ട ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നുവെന്നാണ്. ഇമാം തൊബരി റഹിമഹുള്ള അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഒരു റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം ഒരു എത്യോപ്യക്കാരനായ ഒരു ആശാരിയായിരുന്നുവെന്നാണ്. അദ്ദേഹത്തിനൊരു യജമാനനുണ്ടായിരുന്നു. ആ യജമാനനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്ര സംഭവം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ യജമാനൻ ലുഖ്മാൻ അലൈഹിസ്സലാമയോട് ഒരു ആടിനെ അറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു ആടിനെ അറുത്തതിന് ശേഷം ആ അറുത്ത ആടിൽ നിന്ന് ഏറ്റവും നല്ല 2 കഷ്ണങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു ഹൃദയവും ഒരു നാവും അതിൽ നിന്നെടുത്ത് തൻ്റെ യജമാനന് കൊണ്ടുപോയി കൊടുത്തു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ഇതേ യജമാനൻ വീണ്ടും ആവശ്യപ്പെട്ടു ഒരു ആടിനെ അറുക്കാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം വീണ്ടും ഒരു ആടിനെ അറുത്തു. ആ അറുത്ത ആടിൽ നിന്ന് ഏറ്റവും മോശമായിട്ടുള്ള 2 മാംസകഷ്ണങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ യജമാനൻ ആവശ്യപ്പെട്ടു. ലുഖ്മാൻ അലൈഹിസ്സലാം വീണ്ടും ഒരു ഹൃദയവും ഒരു നാവും കൊണ്ടുപോയി കൊടുത്തു. അന്നേരം ആ യജമാനൻ ചോദിച്ചു, ഞാൻ ഇതിനു മുമ്പ് ഏറ്റവും നല്ല 2 കഷ്ണങ്ങൾ ചോദിച്ചു, അന്നേരം തന്നത് ഇതേ ഹൃദയവും അതുപോലെ തന്നെ നാവുമാണ്. ഇന്ന് ഏറ്റവും മോശമായിട്ടുള്ള 2 അവയവങ്ങൾ ചോദിച്ചു, അന്നേരവും എനിക്ക് നൽകിയത് നാവാണ്, ഹൃദയമാണ്. എന്താണ് അതിൻ്റെ യുക്തി എന്ന് ചോദിച്ചപ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഈ 2ഉം നന്നായി കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലതായിട്ടുള്ള മാംസകഷ്ണം വേറെയില്ല എന്ന്. ഈ 2 മോശമായി കഴിഞ്ഞാലോ ഇതിനേക്കാളും മോശമായിട്ടുള്ള ഒന്നും വേറെയില്ല എന്ന് വളരെ കൃത്യമായിക്കൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം വളരെ അനുയോജ്യമായിട്ടുള്ള സന്ദർഭത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹിക്മത്തിൻ്റെ ഒരു രൂപം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തത്വജ്ഞാനം നൽകും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്തും ഏത് അറിവും എവിടെയും കയറി സംസാരിക്കുക എന്നുള്ളതല്ല. ആ അറിവ് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് വെക്കാൻ സാധിക്കണം. അതിനാണ് പണ്ഡിതന്മാർ ഹിക്മത്ത് എന്ന് പറയുന്നത്. അതായത് ഹക്കായിട്ടുള്ള യാഥാർത്ഥ്യമുള്ള ഒരു വിഷയം അത് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. ആ ഒരു ഹിക്മത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദഅവത്ത് നിർവഹിക്കേണ്ട ഒരു സമുദായമാണ് മുസ്ലിം ഉമ്മത്ത് എന്നത് ഇതോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിലൂടെ നമ്മളിതെല്ലാം വായിക്കുമ്പോൾ ഈ ഒരു മാതൃകയൊക്കെ പഠിക്കേണ്ട, അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു സമുദായമാണ് എന്ന വിഷയം നമ്മൾ വിസ്മരിച്ചു പോകരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.